റിമ കല്ലിങ്കൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയുടെ സംവിധായകനായ സജിൻ ബാബു അതിന്റെ പ്രൊമോഷൻ സമയത്ത് പറയുകയുണ്ടായി, തന്റെ മുൻകാല വർക്കുകളായിട്ടുള്ള ബിരിയാണി പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പരിപാടിയല്ല തിയേറ്റർ എന്ന്. എന്നാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് സജിൻ ഇതുവരെ ചെയ്തിട്ടുള്ള രണ്ട് തരം സിനിമകളുടെ ഒരു ബ്ലെൻഡ് ആക്കാനാണ് പുള്ളി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ്. അസ്തമയം വരെ, ബിരിയാണി മുതലായ സ്വല്പം കൺവല്യൂട്ടഡ് ആയിട്ടുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേസമയം ശ്രീനിവാസനെ പ്രധാന കഥാപാത്രമാക്കി അയാൾ ശശി എന്നൊരു സറ്റയർ സ്വഭാവത്തിലുള്ള സിനിമയും പുള്ളി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വരുമ്പോൾ അതും ഒരു സോഷ്യൽ കമന്ററി സ്വഭാവത്തിലുള്ള സിനിമ തന്നെയാണ്. എന്നാൽ ഇത്തവണ സജിൻ പറയാൻ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ അധികമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന റിയാലിറ്റിയെക്കുറിച്ചാണ്. തുടക്കത്തിൽ വേൾഡ് ബിൽഡിംഗ് നമ്മളെ സിനിമയിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക വിമർശനത്തിലേക്കാണ് പടം പോകുന്നത്. മീരയും മീരയുടെ അമ്മയും ഒരൊറ്റപ്പെട്ട തുരുത്തിൽ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ബന്ധുക്കളെല്ലാം അവരെ ഒഴിവാക്കിയതാണ്. ആൺതുണയൊന്നുമില്ലാതെ സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കുന്ന ഈ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഒരു ജീവി കടിച്ചതിന്റെ ഭാഗമായിട്ട് ശരീരമാസകലം ചൊറിഞ്ഞു പൊന്തുന്ന ഒരു രോഗം മീരയെ ബാധിക്കുമ്പോഴാണ്. കൂട്ടായ പരിശ്രമത്തിലൂടെ മീരയെ രക്ഷിക്കാൻ ആളുകൾ നടത്തുന്ന ശ്രമവും അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ് തിയേറ്റർ എന്ന ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സജിൻ ബാബു ചെയ്തിട്ടുള്ള രണ്ട് തരം സിനിമകളുടെയും ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന പടമാണിത്. അമിതമായിട്ട് സ്പൂൺ ഫീഡ് ഒന്നും ചെയ്യാതെ കഥാപാത്രങ്ങളുടെ അവസ്ഥയും ജീവിതവും ദിനചര്യകളും ഒക്കെ തുടക്കഭാഗങ്ങളിൽ സജിൻ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാരില്ലാതെ ജീവിക്കുന്നതായതുകൊണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചോ അണിഞ്ഞൊരുങ്ങുന്നതിനെക്കുറിച്ചോ ഒന്നും ഒട്ടും ബോധേഡല്ല. മീരയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയുടെ ഫിസിക്കൽ നീഡുകളെക്കുറിച്ചും പടം പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സാമൂഹ്യ വിമർശന ആംഗിൾ ഹോസ്പിറ്റൽ എപ്പിസോഡ് തുടങ്ങുന്നതോടെ സിനിമയിലേക്ക് വരുന്നു. ഒരു സറ്റയർ എന്ന് പറയാവുന്ന രീതിയിലേക്ക് പടം പോകുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളെ അവിടെ ഉൾക്കൊള്ളിക്കാൻ സജിൻ ബാബു ശ്രമിക്കുന്നുണ്ട്. ഒരു ഇൻഡി സ്വഭാവമുള്ള സിനിമ ഇത്തരത്തിലുള്ള ഒരു തീം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാൻ തുടക്കത്തിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാകും. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ഒരു ആക്ഷേപഹാസ്യ പരിഹാസ സ്വഭാവത്തിലേക്ക് പടം പോകുന്നുണ്ട്. പ്രേക്ഷകരോട് നിങ്ങളിന്ന് സത്യമാണെന്ന് പലതും കേട്ട് വിശ്വസിക്കുന്നത് മിക്കവാറും ഒരു മിത്ത് ആയിരിക്കുമെന്ന് പറയാനാണ് സിനിമയുടെ ശ്രമം എന്ന് തോന്നുന്നുണ്ട്. പല കഥാപാത്രങ്ങളെയും സബ് പ്ലോട്ടുകളെയും ഉപയോഗിച്ച് ഒരേ സംഭവത്തിന്റെ പല പല വേർഷനുകൾ പല ആളുകൾ പുറത്തു കൊണ്ടുവരുമെന്നും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും റിയാലിറ്റി ഓരോ രീതിയിലായിരിക്കുമെന്നും പറയാൻ ഈ പടം ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി കഥയിലേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും PR ടീമുകളെയും CSR ഫണ്ടുള്ള കമ്പനികളെയും കമ്മീഷൻ പറ്റുന്ന ഡോക്ടർമാരെയും പിതൃത്വം അവകാശപ്പെടാൻ വരുന്ന മതരാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ ഈ പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു മിനിമൽ റിയൽ രീതിയിൽ തുടക്കത്തിൽ ഇത് പറയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്നാൽ ക്യാൻവാസ് വലുതാകും തോറും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്ന ഒരു ഫീലിലേക്ക് സിനിമ പോകുന്നു. ഒറ്റയ്ക്ക് അമ്മയോടൊപ്പം തുരുത്തിൽ ജീവിക്കുന്ന മീര എന്ന കഥാപാത്രമായിട്ട് വിശ്വസനീയമായ രീതിയിൽ റിമ കല്ലിങ്കൽ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിന് ശേഷം അവരുടെ കഥാപാത്രം കാര്യമായിട്ട് ബെഡിൽ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട പെർഫോമൻസിന്റെ ഭാഗം വന്നത് രോഗത്തിൽ നിന്നും മുക്തി നേടിയതിന് ശേഷമുള്ള റിക്കവറി ഫേസ് ആയിരുന്നു. പുതിയ ലോകത്തെ രീതികൾ മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്ന മീരയുടെ അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സരസ ബാലുശ്ശേരിയാണ്. ആ കഥാപാത്രത്തിന്റെ നിലപാടുകൾക്ക് പലപ്പോഴും ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. തൻ്റെ മകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനുഷ്യത്വമുള്ള ആ സ്ത്രീയുടെ സയന്റിഫിക് ടെമ്പർ പക്ഷെ വളരെ മോശമായിരുന്നു. ഡെയ്ൻ ഡേവിസ് ആണ് ഇതിലെ ഇൻഫ്ലുവൻസർ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം ഈ കഥാപാത്രത്തെക്കുറിച്ച് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ സ്ഥിരം സിനിമകളിൽ കാണുന്ന ഹേയ് ഗായ്സ് എന്ന് അലറുന്ന കോമാളിയായിരുന്നില്ല ഈ കഥാപാത്രം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസിലൂടെ ശ്രദ്ധ നേടിയ ആൻ സലീം ഇതിൽ നല്ലൊരു കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. പ്രമോദ് വെളിയനാട്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, അഖിൽ കവലിയോർ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന താരങ്ങൾ. നിങ്ങൾ ഇന്ന് റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്ന പലതും ആരുടെയെങ്കിലുമൊക്കെ വ്യക്തിപരമായ പെർസെപ്ഷൻ ആയിരിക്കുമെന്ന് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ പോലെയാണ് ഒരർത്ഥത്തിൽ ഈ പടം. പ്രത്യേകിച്ചൊരു പക്ഷം പിടിച്ച് കഥ പറയാൻ സജിൻ ബാബു ശ്രമിക്കുന്നില്ലെങ്കിലും പ്രേക്ഷകരെ അവർ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ചില മാനിപ്പുലേറ്റഡ് റിയാലിറ്റികൾ കാണിച്ചുകൊണ്ട് ഒന്ന് ഞെട്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരു നീഷ് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ബ്രില്യൻ്റ് ആകുമായിരുന്ന ഒരു സോഷ്യൽ സറ്റയർ കോണ്ടന്റിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ വരുത്തി അവതരിപ്പിച്ചതുപോലെയാണ് തിയേറ്റർ എന്ന സിനിമ കണ്ടപ്പോൾ ആകമൊത്തത്തിൽ തോന്നിയത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്